നമസ്കാരം. മിക്ക ഊട്ടുമുറികളുടെയും ചുവരിൽ യേശുവും ശിഷ്യന്മാരും ഒന്നിച്ചിരുന്ന് അത്താഴം കഴിക്കുന്നൊരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ലോകപ്രശസ്ത ചിത്രകാരനായ ലിയനാർഡോ ഡാവിഞ്ചിയുടെ ദ ലാസ്റ്റ് സപ്പർ, അന്ത്യ അത്താഴം എന്ന പേരിലുള്ള മനോഹരമായിട്ടുള്ള വിലപിടിച്ച ഒരു മ്യൂറൽ പെയിൻറ്റിംഗ് ആണത്. ഏതാണ്ട് 2 വർഷത്തോളം എടുത്തു വരച്ച ആ ചിത്രം മറ്റ് ഡാവിഞ്ചി ചിത്രങ്ങളെപ്പോലെ തന്നെ പൂർണ്ണമല്ല, അതുമാത്രമല്ല ഒത്തിരി പ്രത്യേകതകൾ കൂടെയുള്ള ചിത്രമാണ്. പീഡാനുഭവത്തിൻ്റെ തലേന്നാൾ യേശുവും ശിഷ്യന്മാരും ഒന്നിച്ച് അത്താഴം കഴിക്കുന്ന ആ ഒരു വിഷ്വലാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ രചനയെപ്പറ്റി വളരെ രസകരമായിട്ടുള്ളൊരു കഥ കേട്ടതിങ്ങനെയാണ്. മിലാൻ നഗരത്തിൽ ഡാവിഞ്ചി കണ്ട പാർശ്വവത്കരിക്കപ്പെട്ട, സമൂഹം മാറ്റി നിർത്തിയ ചില മനുഷ്യരുണ്ട്. അവരുടെ മുഖങ്ങളാണ് ഇതിലെ ഓരോ ക്യാരക്ടേഴ്സിനും മാതൃകയായിട്ട് അദ്ദേഹം വരച്ച് ചേർത്തത്. ചിത്രരചന ഇങ്ങനെ വൈകിക്കൊണ്ടു പോയപ്പോൾ അതിൽ അക്ഷമനായിട്ട് ഡാവിഞ്ചിയോട് ക്ഷോഭിച്ച, ഡാവിഞ്ചിക്കെതിരെ പരാതികൾ കൊടുത്ത അവിടുത്തെ പ്രധാന പുരോഹിതൻ്റെ മുഖമാണ് ഡാവിഞ്ചി അതിലെ യൂദാസിൻ്റെ മുഖമായിട്ട് വരച്ച് ചേർത്തത്. എന്തൊക്കെയാണെങ്കിലും ചുരുക്കത്തിൽ ഡാവിഞ്ചിയുടെ തിരുവത്താഴം എല്ലാ ടൈപ്പ് മനുഷ്യരെയും കാണിക്കുന്നുണ്ട്. ഇതാണ് ഈശോയുടെ മേശയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ദ ടേബിൾ ഓഫ് ഇൻക്ലൂഷൻ. ഒറ്റിക്കൊടുത്തവനും തള്ളിപ്പറയാനിരിക്കുന്നവനും എല്ലാം ആ മേശയിൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ ലോകം എക്സ്ക്ലൂസീവായിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ പോകുന്ന ഒരു ലോകമാണ്. എക്സ്ക്ലൂസീവ് ന്യൂസുകൾ, എക്സ്ക്ലൂസീവ് തിങ്സ്, എക്സ്ക്ലൂസീവ് ഡ്രസ് മെറ്റീരിയൽസ്, എക്സ്ക്ലൂസീവ് വെഡ്ഡിങ് ഡെസ്റ്റിനേഷൻ, അങ്ങനെ യേശു പോയത് വളരെ ഇൻക്ലൂസീവായിട്ടുള്ളൊരു ട്രെൻഡിൻ്റെ പിറകെയാണ്. യേശുവിൻ്റെ മിനിസ്ട്രിയിലേക്ക് ഒന്ന് നോക്കിക്കേ. യേശു വളരെ ഗൗരവപൂർവ്വം സെലക്ട് ചെയ്ത ആദ്യത്തെ 12 പേര് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള പത്രോസും ജെയിംസും യോഹന്നാനും അന്ത്രയോസും ഉണ്ടായിരുന്നു. അതിൽ ചുങ്കക്കാരനായ മത്തായി ഉണ്ടായിരുന്നു, തീവ്രവാദിയായ ശിമയോൻ ഉണ്ടായിരുന്നു. ആരും ഗൗരവമായിട്ട് പരിഗണിക്കാത്ത മനുഷ്യരെ വളരെ ഗൗരവമായിട്ട് എടുത്തു എന്നുള്ളതാണ് ഈശോയുടെ മിനിസ്ട്രിയുടെ പ്രത്യേകത. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കിണറ്റിൻകരയിൽ വെച്ചിട്ട് ഒരു സമരിയക്കാരി സ്ത്രീയോട് കൂട്ടുകൂടി അവളുമായിട്ട് വർത്താനം പറയുന്ന ഈശോയുടെ ഒരു ചിത്രമുണ്ട്. സമൂഹം ഒതുക്കിക്കളഞ്ഞ ഒരു സ്ത്രീയാണ് അവൾ. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ പൊക്കം കുറഞ്ഞ ചുങ്കക്കാരൻ സക്കേവൂസിൻ്റെ വീട്ടിലേക്ക് അവൻ്റെ കൂടെ പോയി ഭക്ഷണം കഴിക്കുന്ന ഈശോയുടെ ഒരു ചിത്രം കാണാൻ പറ്റും. ആളുകൾ വെറുത്തൊരു മനുഷ്യനായിരുന്നു ആ നാട്ടിലെ സക്കേവൂസ്. യേശു പറഞ്ഞ കഥകളിലേക്കൊന്ന് നോക്കിക്കേ. കാണാതായ ആട്, കാണാതായ നാണയം, ധൂർത്തപുത്രൻ്റെ ഉപമ, ഫരിസേയനും ചുങ്കക്കാരനും, പ്രയോജനരഹിതനായ ദാസൻ, ധനവാനും ലാസറും, കളകളുടെ ഉപമ. എല്ലാവരും അവഗണിച്ച, മാറ്റി നിർത്തിയ ജനങ്ങളെയൊക്കെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടാണ് ഈശോ കഥകൾ പോലും മെനഞ്ഞത്. അന്ത്യത്താഴത്തിലേക്ക് വരുമ്പോഴും കുർബാന സ്ഥാപിച്ചപ്പോഴും എല്ലാവരെയും ഉൾക്കൊള്ളിച്ച മേശ തന്നെയാണ് യേശു അവിടെ ഒരുക്കിയത്. അത് തന്നെയാണ് നമ്മൾ അവിടെ കാണുന്നത്, ദ ടേബിൾ ഓഫ് ഇൻക്ലൂഷൻ. ഈ ദിവസങ്ങളിൽ ശരീരത്തിൻ്റെ നിറവുമായിട്ട് ബന്ധപ്പെട്ട് അപമാനം നേരിട്ടതിനെപ്പറ്റി ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടായിരുന്നു. അത് വലിയ ചർച്ചയായിരുന്നു. കഴിഞ്ഞ 7 മാസമായി കറുത്തവളെന്ന മുദ്രകുത്തലായിരുന്നു. ഇതിൽ ഞാൻ വളരെ അസ്വസ്ഥയാണ്. അങ്ങനെയാണ് ആ കുറിപ്പ് ആരംഭിക്കുന്നതെന്ന്. 1 വർഷം മുൻപ് നടനും നർത്തകനുമായ ഡോക്ടർ RLV രാമകൃഷ്ണനും നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപം നേരിട്ടായിരുന്നു. നർത്തകന് കാക്കയുടെ നിറമാണെന്നായിരുന്നു പരാമർശം. 2023 ലാ ലിഗ ഫുട്ബോൾ മത്സരത്തിനിടെ ബ്രസീൽ ഫുട്ബോൾ താരം വിനീഷ്യസ് ജൂനിയറിന് നേരെ വലൻസിയ ആരാധകർ വംശീയ അധിക്ഷേപം നടത്തി. അധിക്ഷേപം നടത്തിയവരെ അറസ്റ്റ് ചെയ്തു. 8 മാസം അവർക്ക് ജയിൽ ശിക്ഷയൊക്കെ വിധിച്ചു. വെറിപൂണ്ട് കാണികൾ വരെ വർണ്ണവിവേചനം നടത്തുന്നു, അതിന് ശിക്ഷാ നടപടി ഉണ്ടാകുന്നു. ഇതൊക്കെ നടക്കുന്നത് ഈ നൂറ്റാണ്ടിലാണെന്ന് നമ്മൾ മറക്കരുത്. ഇപ്പോഴും നിറത്തിൻ്റെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും വംശത്തിൻ്റെയൊക്കെ പേരിൽ നമ്മൾ കുറച്ച് മനുഷ്യരെയൊക്കെ ഇപ്പോഴും വീടിൻ്റെ പടിക്ക് പുറത്ത് തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. ആരെയും ഉൾക്കൊള്ളാൻ വയ്യാത്ത വിധം നമ്മളിലേക്ക് തന്നെ ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കഥ ഇങ്ങനെയാണ്. ഒരു അധ്യാപകൻ ക്ലാസ്സിലേക്ക് വന്ന് കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾക്ക് 10 മിനിറ്റ് സമയം തരും. നിങ്ങളുടെ കയ്യിലുള്ള
ബലൂണുകൾ പൊട്ടാതെ സൂക്ഷിക്കണം. എന്നിട്ട് എല്ലാവർക്കും വീർപ്പിച്ച ബലൂണുകൾ കൊടുത്തു. കളി ആരംഭിച്ചു. ഓരോരുത്തരും ഓടി നടന്ന് മറ്റുള്ളവരുടെ കയ്യിലുള്ള ബലൂണുകൾ ഇങ്ങനെ കുത്തിപ്പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കിയപ്പോൾ 10 മിനിറ്റിന് മുന്നേ തന്നെ എല്ലാവരുടെയും കയ്യിലുള്ള ബലൂണുകളെല്ലാം പൊട്ടിത്തീർന്നു. അധ്യാപകൻ അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കയ്യിലുള്ള ബലൂൺ പൊട്ടാതെ സൂക്ഷിക്കണമെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത്, മറ്റുള്ളവരുടെ കയ്യിലുള്ള ബലൂൺ പൊട്ടിക്കുന്നതിനെ പറ്റി ആയിരുന്നില്ലല്ലോ നമ്മൾ സംസാരിച്ചത്, അങ്ങനെ ഒരു കളിയല്ലല്ലോ നമ്മൾ കളിച്ചത്. അപ്പോഴാണ് ആ കുട്ടികൾക്ക് പ്രകാശം കിട്ടിയത്. പലപ്പോഴും നമ്മളിങ്ങനെയാണ്, നമ്മളുടെ നിലനിൽപ്പിന് വേണ്ടി മറ്റുള്ളവരുടെ പല കാര്യങ്ങളും നമ്മൾ അപകടപ്പെടുത്തും, അവരെ തകർക്കാൻ ശ്രമിക്കും, തോൽപ്പിക്കാൻ ശ്രമിക്കും. KG ശങ്കരപ്പിള്ളയുടെ ഒരു രസകരമായ കവിത ഇങ്ങനെയാണ്: ഏറ്റവും ഇഷ്ടം എന്നെ തന്നെ, അത് കഴിഞ്ഞാൽ അത് കഴിയുന്നില്ലല്ലോ. നമ്മളിങ്ങനെ എല്ലാവരെയും എക്സ്ക്ലൂഡ് ചെയ്ത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ അത്താഴമേശയെ നമുക്കൊന്ന് ധ്യാനിക്കാം. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മേശ വിരുന്നൊരുക്കി യേശു ഈ പെസഹ നാളിൽ വീണ്ടും നമ്മളെ വെല്ലുവിളിക്കുകയാണ്. നിൻ്റെ മേശയിൽ ആരൊക്കെയാണ് നീ ഇരുത്തിയിരിക്കുന്നത്? ആരെയൊക്കെയാണ് നീ മേശയ്ക്ക് പുറത്തും ഹൃദയത്തിന് പുറത്തും നീ ഇപ്പോഴും നിർത്തിയിരിക്കുന്നത്? നല്ലൊരു പെസഹ ആശംസിക്കുന്നു.